ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഇന്ന് ഓൾറെഡി റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെയും സീരീസുകളുടെയും അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ഹിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്ത ഒരു ഫ്രഞ്ച് മൂവിയാണ്. കൺസെൻറ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇംഗ്ലീഷ് സബ്ടൈറ്റിലോട് കൂടി റെന്റ് ഓപ്ഷനിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്, ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. ദ മൂൺ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് യൂട്യൂബിലാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു സീരീസാണ്, ഒരു ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ സയൻസ് ഫിക്ഷൻ ഫാൻറ്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു സീരീസാണ്. ദ വാക്കിംഗ് ഡെഡ് സിറ്റി സീസൺ 2 എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. രണ്ടാമത്തെ സീസണാണ്. ഈ ഒരു സീസണിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. യുവ ക്രൈം ഫയൽസ് എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ജിയോ ഹോട്ട്സ്റ്റാർ വഴി ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു കന്നഡ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അമൃത മതി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ കന്നഡ ഭാഷയിൽ മാത്രമായിട്ടാണ് ഈ ഒരു സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത അജിത് കുമാർ, തൃഷ എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ് ഈ ഒരു സിനിമ. ഈ സിനിമയുടെ OTT സ്വന്തമാക്കിയിട്ടുള്ളത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സിനിമ മെയ് മാസം 8-ാം തീയതി റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. അടുത്ത സിനിമ ഒരു ക്രൈം ഡ്രാമ റൊമാൻറ്റിക് ആക്ഷൻ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ജാക്ക് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. മെയ് മാസം 8-ാം തീയതി നെറ്റ്ഫ്ലിക്സിൽ തെലുങ്ക് ഭാഷയിൽ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്ന അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. നിതിൻ, ശ്രീലീല എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത റോബിൻ ഹുഡ് എന്ന് പറഞ്ഞ സിനിമ. മെയ് മാസം 10-ാം തീയതിയാണ് ഈ സിനിമ OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. C5ലാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. മെയ് മാസം 10-ാം തീയതിയാണ്. അടുത്തത് ഒരു ക്രൈം കോമഡി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു മലയാളം മൂവിയാണ്. ബേസിൽ ജോസഫ് പ്രധാന വേഷം കൈകാര്യം ചെയ്ത മരണമാസം എന്ന സിനിമ. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് സോണി ലീവാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. മെയ് മാസം 15-ാം തീയതി ഈ ഒരു സിനിമ സോണി ലീവിൽ റിലീസ് ചെയ്യുന്നതാണ്. മലയാളം കൂടാതെ മറ്റു ഭാഷകളിലും അവൈലബിൾ ആകാനാണ് ചാൻസ് ഉള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും സിനിമകളും സീരീസുകളാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളതും എന്താ പറയുക, ഇന്ന് റിലീസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് സിനിമകളാണ് നിങ്ങൾ കണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, കണ്ട സിനിമകളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെ, ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് കാത്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.